ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൽ ആനന്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 37 4 വാക്യം. യഹോവയെങ്കിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നാം എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് സന്തോഷമാണ് നമ്മുടെ ശക്തി എന്ന് നെഹമ്യാവ് 8 10 വാക്യത്തിൽ പറയപ്പെടുന്നു. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവേൻ, അത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. നാം സന്തോഷവാനായിരിക്കണമെങ്കിൽ നമ്മുടെ സന്തോഷത്തിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും നാം ഒഴിവാക്കണം. പലപ്പോഴും സാത്താൻ നമ്മുടെ സന്തോഷം കവർന്നെടുക്കുന്നു. അവൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നു. നമ്മുടെ സ്വന്തം പാപങ്ങളും അകൃത്യങ്ങളും നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നു. അല്പനേരത്തേക്ക് അത് ആസ്വാദ്യകരമാണെന്ന് തോന്നുമെങ്കിലും ഈ ജഡീക സുഖങ്ങൾ നമ്മെ കുറ്റബോധത്തിലേക്കും ശിക്ഷയിലേക്കും പാപത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കും തള്ളിവിടും. ദൈവമക്കളെ, നിങ്ങൾ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് വരുമോ? വിശുദ്ധിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് സന്തോഷിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ സന്തോഷിക്കണം. ഒരു ആത്മാവ് അനുദപിച്ച് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും നൽകുന്നു. അനുദപിക്കുന്ന ഒരു പാപി നിമിത്തം സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്നും തിരുവെഴുത്ത് പറയുന്നു. മാനസാന്തരപ്പെടാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് ലൂക്കോസ് 15 7 വാക്യത്തിൽ പറയപ്പെടുന്നു. ഓരോ ദൈവമക്കളും കർത്താവിനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കൂടുതൽ സമയം ചെലവഴിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം മാറുകയുള്ളൂ. നമുക്ക് വിഷമിക്കേണ്ട ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഭയപ്പെടാൻ നിരവധി ദുഷ്ടന്മാരും. പലരും കണ്ണുനീരൊഴുക്കാൻ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു. എന്നാൽ 1 മണിക്കൂർ പ്രാർത്ഥനയിൽ നാം ഹൃദയം പകർന്നാൽ അതെല്ലാം അപ്രതീക്ഷമാകും. നിങ്ങൾ ഇനി അവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. നാം കർത്താവിന്റെ ദിവ്യ സാന്നിധ്യത്താൽ മൂടപ്പെടും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവിക സമാധാനത്താൽ നിറയും. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും കർത്താവിലിടുക, അവൻ നിങ്ങളെ താങ്ങും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് യോഹന്നാൻ 16 20 വാക്യത്തിലും ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിങ്ങളുടെ മധ്യയുണ്ട്, ഇനി ഒരു ദുരന്തവും കാണുകയില്ലെന്ന് സെഫന്യാവ് 3 15 വാക്യത്തിലും പറയപ്പെടുന്നു. ദൈവമക്കളെ, എല്ലാ സന്തോഷങ്ങളിലും ഏറ്റവും മഹത്തായതും മഹത്വമുള്ളതും കർത്താവായ യേശുക്രിസ്തുവിനെ അവന്റെ വരവിൽ മുഖാമുഖം കാണുന്നതിന്റെ സന്തോഷമായിരിക്കും. നമ്മുടെ കർത്താവായ യേശു ഉടനെ വരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 51 11 വാക്യം. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മീക 6-7 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 13 അധ്യായം. ആമേൻ.